ദേ, എന്റെ കൈയൊക്കെ ഒടിഞ്ഞോണ്ടാണോ എനിക്കൊരു ചായ പോലും തരാത്തത്? അവക്ക് കോടീശ്വരനായ ഒരു മരുമോനെ കിട്ടിയപ്പോ കെട്ടിയവനൊക്കെ വേണ്ടതായി. പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കണമെങ്കിലേ ഭർത്താവ് ആയിരിക്കണം. അവർക്ക് അല്പമെങ്കിലും മനുഷ്യത്വം വേണം. എനിക്കതില്ലടി, തീരെ ഇല്ല. എന്നാ പിന്നെ ഈ പ്രായത്തില് നമുക്ക് ബന്ധം അങ്ങ് പിരിഞ്ഞാലോ? പിരിയണമെങ്കിൽ പിരിയാം. ആരാ വേണ്ടെന്ന് പറഞ്ഞത്? ഇപ്പൊ പിരിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്റെ പ്രതാപ. ഇപ്പൊ ഇവക്കൊരു വീടൊക്കെ എടുത്ത് കൊടുത്ത് താമസിപ്പിക്കാൻ ആളുണ്ടടാ. വേണമെങ്കിലേ ഇവക്ക് നല്ല പൊന്നും പണമൊക്കെ കൊടുത്ത് കെട്ടിച്ചു വിടുകയും ചെയ്യും, ഇവളുടെ മോളും മരുമകനും കൂടെ. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്കേ കഴിയൂ. അമ്മ പറഞ്ഞത് സത്യമാടി. നിനക്കിപ്പൊ ഞങ്ങളെ ഒന്നും പിടിക്കുന്നില്ലെന്ന് മനസ്സിലായി. ഇവള് നോക്കി വെച്ചിരിക്കല്ലേടാ അമ്പലത്തിലെ പൂജാരിയെ, അല്ലേ? അവനാണെങ്കിലോ 7-8 വർഷം മുമ്പ് അവന്റെ കെട്ടിയോട് ചത്തും പോയതാ. ഒന്നിൽ പഴച്ച 3 അടി. അതെ, അടുത്തത് 3-ാം കേട്ടാ. അതും മിക്കവാറും ബലക്കുമായിരിക്കും. ഇതിനൊക്കെ മറുപടി പറഞ്ഞാലേ കൂടിപ്പോവും. പിന്നെ കൂടിപ്പോവും. അത് കണ്ണന്റെ കാറല്ലേടാ? അവൻ വീണ്ടും വന്നോ? അവനല്ലമ്മേ, ഇത് അവളാ. അവളുടെ വരവത്ര പന്തിയല്ലല്ലോടാ. ചെയ്തോളം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മ, അടുക്കളയിൽ കറുക്കത്തി ഉണ്ടെങ്കിൽ എടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുക്ക്. ഇയാൾ എന്നെ കുത്തി കൊല്ലട്ടെ. നീ എന്താടി ഉരുൾപൊട്ടൽ പോലെ കേറി വന്നിട്ട് പായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നേ? അതിന്റെ കാരണം എന്താന്നൊക്കെ നിങ്ങൾക്ക് 2 പേർക്ക് നന്നായിട്ട് അറിയാം. അതിനേക്കാൾ നന്നായിട്ട് നിങ്ങളുടെ മോനും അറിയാം. തോമസാറിന്റെ വീട്ടിൽ നിന്ന് എന്നെ കുറച്ച് ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ? അവരെ വിട്ടത് ഇങ്ങേരാ, സ്വന്തം മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അവളുടെ കുഞ്ഞും പോയതിന്റെ സങ്കടം തീർക്കാനായിട്ട് എന്നെ കൊല്ലാനായിട്ട് ആളെ വിട്ടത് ഇങ്ങനെ തന്നെയാ. ആരാടി നിന്നോട് ഈ കള്ളമൊക്കെ പറഞ്ഞേ? പറയേണ്ടവര് തന്നെ. ആ മാർക്കോ ആയിരിക്കും അമ്മേ, അല്ലാതെ ആരും ഇങ്ങനെ കള്ളക്കഥയൊന്നും പറയില്ല. അതെ, മാർക്കോ തന്നെ. മാർക്കോയെ ഇവിടെ വരുത്തിയിട്ട് തെളിവ് സഹിതം ഞാൻ പറയിക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടല്ലോ, മാർക്കോ തല്ലി അവശരാക്കി അവിടെ കൊണ്ടിട്ടിരിക്കുന്ന 2-3 ഗുണ്ടകള്. അവരെ കൊണ്ടുവരാൻ മാർക്കോയോട് പറയട്ടെ. എന്തിനാ എന്റെ മോളോട് ഈ ചതിയൊക്കെ ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കറിയാത്തതും കേൾക്കാത്തതായിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ ഇനി നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം പറയട്ടെ. ഇതുവരെ നിങ്ങളുടെ അമ്മ അറിയാത്തൊരു കാര്യം. പറ മോളെ, ഇനി എന്തിനാ സ്വന്തം അമ്മയുടെ മുന്നിൽ മകൻ ചെയ്ത പ്രവൃത്തികളൊക്കെ മറച്ചു വെക്കുന്നത്? എടി ഞാൻ അറിയാത്ത എന്ത് കാര്യാടി എന്റെ മോനെ പറ്റി നിനക്കൊക്കെ പറയാനുള്ള? ഒന്നുമില്ലമ്മേ, ഇവളുമാര് വെറുതെ കിനാവ് കണ്ട കാര്യങ്ങൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക. കിനാവല്ല, ഞാൻ നേരിട്ട് കണ്ടതാ. നിങ്ങളോടൊപ്പം ലോറിയിൽ സഞ്ചരിച്ചപ്പോ നിങ്ങളൊരു ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുന്നത്. ഇനി അത് ഞാൻ മുത്തശ്ശിയോട് മറച്ചു വെക്കുന്നില്ല. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അത് സംഭവിച്ചത്. ഞാനും ഇങ്ങേരും ഒന്നിച്ചൊരു ലോറിയിൽ യാത്ര ചെയ്യുമ്പോ ഒരു മഴയുള്ളൊരു രാത്രി അമിത സ്പീഡിൽ വന്ന ഇയാളുടെ ലോറി ഒരു ബൈക്കിലേക്ക് പാഞ്ഞു കയറി. ഒരു അച്ഛനും മകനും സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക്. ആ നേരത്തെ 2 ആളെയും വേണമെങ്കിൽ ആ ലോറി തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കായിരുന്നു. പക്ഷേ ഈ മനുഷ്യനത് ചെയ്തില്ല. അതുകൊണ്ടെന്താ, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആ
അച്ഛൻ മരിച്ചു. മോന്റെ അരയ്ക്ക് കീഴ്പോട്ട് തളരുകയും ചെയ്തു. ഇനി ബാക്കിയും കൂടെ കേട്ടോ. അന്ന് ആ ബൈക്ക് ആക്സിഡന്റ് മരിച്ചത് വിശ്വനാഥൻ എന്ന പേരുള്ള ഒരു മനുഷ്യനായിരുന്നു. കമലേശ്വരത്തെ വിശ്വനാഥൻ. അതായത് കണ്ണേട്ടന്റെ അച്ഛൻ. അന്ന് അച്ഛനൊപ്പം സഞ്ചരിച്ച കണ്ണേട്ടൻ മരിച്ചില്ല. പകരം കണ്ണേട്ടന്റെ അരയ്ക്ക് താഴോട്ട് ചലനശേഷി ഇല്ലാതായി. ശരിക്കും പറഞ്ഞ കണ്ണേട്ടന്റെ അച്ഛന്റെ കൊലയാളിയാ ഈ നിൽക്കുന്നത്. നീ വെറുതെ ഒന്നുമല്ല, എനിക്കറിയാവുന്ന ഞാൻ നേരിട്ട് കണ്ട സത്യങ്ങളാ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. ഇന്നത് നിങ്ങളുടെ അമ്മയോട് പറഞ്ഞു. നാളെ അത് കണ്ണേട്ടനോട് പറയാനുള്ള ഇട വരുത്തരുത്. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ പലതും കണ്ടും കേട്ടും ക്ഷമിക്കുന്ന കണ്ണേട്ടൻ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മാപ്പ് തരില്ല. അറിയാലോ, കണ്ണേട്ടനും അനന്തേട്ടനും ഒക്കെ വക്കീലന്മാരാ. അവര് നിങ്ങളെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടിരിക്കും. എടാ പ്രതാപ, എന്താ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ? അതെ, കേട്ടതൊക്കെ പകൽ പോലെ സത്യം. ഇനി ഇങ്ങനെ മനഃപൂർവ്വം ആ അച്ഛനെയും മോനെയും കൊല്ലാൻ ശ്രമിച്ചതാണോന്ന് മാത്രമേ അറിയാനുള്ളൂ. നോക്കണ്ട, ആ മേഘന്റെ അച്ഛനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല അടുപ്പോ. അയാളെ പോലുള്ള ഒരാൾ സ്വത്തിനും പണത്തിനും വേണ്ടി ഇതല്ല ഇതിനപ്പുറം ചെയ്യും. അതിപ്പോഴും ഒരു സംശയമായിട്ട് ബാക്കി നിൽക്കുക. അന്ന് തൊട്ട് തുടങ്ങിയ കൊലവിളി ഉണ്ടല്ലോ, ഇന്നും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ടാ എന്റെ കണ്ണേട്ടന്റെ പുറകെ ഇപ്പോഴും കൊലയാളികളെ പറഞ്ഞു വിടുന്നത്. പ്രായം ഇത്ര ആയല്ലോ രണ്ടാക്കും. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ? നിങ്ങളുടെ ഈ പ്രവൃത്തി തന്നെയാ സ്വന്തം പേരക്കുട്ടിയെ ഇല്ലാതാക്കിയത്. അതിന് മറ്റുള്ളവരുടെ നേരെ പഴിചാരണ്ട. അന്നും എന്നെ കൊല്ലാൻ നോക്കിയ വിശ്വ കരുണയുടെ ഉള്ളിൽ പോയത്. അന്നില്ലാതാക്കിയത് ഒന്നും അറിയാത്ത ഒരു പാവം കുഞ്ഞിന്റെ ജീവന. അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ ജീവൻ. നിങ്ങളാണ് എന്നെ കൊല്ലാൻ ഗുണ്ടകളെ വിട്ടതെന്ന് അറിഞ്ഞപ്പോ ഇവിടെ വന്ന് ഇത്രയും പറയണമെന്ന് തോന്നി. ഇന്ന് ഞാനിവിടെ സംസാരിച്ചതൊക്കെ കണ്ണേട്ടനോട് പറയാനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. ഞാനിപ്പോ പോവാമ്മേ. പ്രതാപ, എന്താ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ? കേട്ടതൊക്കെ സത്യമാണമ്മേ. അന്ന് അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ആ അപകടത്തിൽ അച്ഛൻ പോയി. പക്ഷേ മകൻ പോകാതിരുന്നത് നമ്മുടെയൊക്കെ കാലദോഷം. അതുകൊണ്ടാ കണ്ണനെ പൊരുത്തൻ ഇവളുടെ ഭർത്താവായിട്ട് വന്നത്. അന്ന് അച്ഛനോടൊപ്പം മോനോടൊപ്പം പോയിരുന്നെങ്കിലേ ഇന്ന് കമലേശ്വരത്ത് ഉണ്ണി മാത്രമേ ഉണ്ടാവുമായിരുന്നു. നമ്മുടെ മോക്ക് സങ്കടം ഉണ്ടാവില്ലായിരുന്നു. ആ പറഞ്ഞിട്ട് കാര്യമില്ല, കാലിന് തോന്നുന്നവരെയല്ലേ കാര്യമാക്കുള്ളൂ. കണ്ണ, ഈ അവസാന നിമിഷത്തിൽ പോലും നിന്നെയും മഹാലക്ഷ്മിയും വേർപിരിക്കാൻ വേണ്ടിയിട്ട് സകല വൃത്തികെട്ട പണിയും കാണിച്ച കൂട്ടത്തില നിന്റെ ശത്രുക്കള്. അത് മനസ്സിലാക്കിയിട്ട് നിന്റെ ആവശ്യത നീ നന്നായി പ്രകടിപ്പിക്കുന്നതാണ് നല്ലത്. അത് ഇടയ്ക്കിടയ്ക്ക് നീ ഓർമ്മിപ്പിക്കണ്ട. പഴയ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോവും.
കണ്ണേട്ടന്റെ തറവാടാണ് കമലേശ്വരം തറവാട്. അവിടെ കണ്ണേട്ടനും മഹിക്കുള്ളതുപോലെ സ്വാതന്ത്ര്യം മറ്റാർക്കും ഇല്ല. എങ്കിലും ആ വീട്ടിൽ ഏതു നേരവും കാണുന്നത് കണ്ണേട്ടന്റെ രണ്ടാനമ്മയാ. അവരും ഉണ്ണിയും കരുണയൊക്കെ ഉള്ള വീട്ടില് ഉടനെ തന്നെ പോകേണ്ട കാര്യമില്ലായിരുന്നു. കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിരുന്നെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് കണ്ണേട്ടന് നടക്കെങ്കിലും ചെയ്യായിരുന്നല്ലോ. എനിക്ക് മലയ്ക്ക് പോകണ്ടല്ലേ? അവിടെ അയ്യപ്പൻ പാട്ട് ഉൾപ്പെടെ പലതും മുടങ്ങിക്കിടക്കുക. പിന്നെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കണ്ടേ? എന്താ ഇവിടെ നിനക്ക് ഓഫീസിലേക്ക് പോയിക്കൂടെ? എടാ, മലയ്ക്ക് പോയിട്ട് വന്നാ നമ്മളൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എനിക്കൊരു മാറ്റമില്ലാന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ വീട്ടിലുള്ളവർ അറിയുന്നത് നല്ലതാ. അതെങ്കിലും ഒരു സന്തോഷമായിട്ട് എല്ലാവരുടെ ഉള്ളിൽ കിടക്കട്ടെ. മഹി, നീ ഉണ്ണിക്കെതിരെ വേണ്ട സമയത്ത് വേണ്ട ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ വേണം. എടാ, സത്യം പറഞ്ഞ ഉണ്ണിയുടെ സ്ഥാനത്ത് ആ സാഗറിനെ നിയമിക്കാൻ വേണ്ടത്. അവനും ഡിഗ്രിയൊക്കെ കഴിഞ്ഞതല്ലേ? അതെ, അതുകൊണ്ടാണ് അന്ന് ഫിനാൻസിയേഴ്സിൽ നിയമിച്ചത്. ആഹാ, അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ? അതിന് സാഗർ സമ്മതിക്കണ്ടേ? ഇപ്പൊ സാഗർ ചെയ്യുന്നത് അവൻ അറിയാവുന്ന പണിയാ. അവൻ നല്ലൊരു ഡ്രൈവറാണെന്ന് തോമസ് സാർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവിടുന്ന് സാർ നല്ല സാലറി അവന് കൊടുക്കുന്നുണ്ട്. സാഗറിനെക്കാളും മഞ്ജുവിനെ ഫിനാൻസിയേഴ്സിലേക്കോ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിലേക്കോ കൊണ്ടുവരണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അവളും വഴങ്ങിത്തരുന്നില്ല. സാരമില്ലടാ, അവരുടെ രണ്ടാളുടെയും മനസ്സ് മാറിയല്ലോ. സാഗർ നന്നായല്ലോ. ഇനി അവർ ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്നില്ലെങ്കിലും ശരി, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിരിക്കും. അതിനിടയിൽ ആ മേഘൻ സാഗറിനെ ഒന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ആ, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ശരി ശരി. അതെ, അറിയാതെ കാറിൽ നിന്നൊന്നും ചാടി ഇറങ്ങരുത് കേട്ടോ. നമ്മള് നിത്യേന ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് വിട്ടുമാറാൻ ഒരു പ്രയാസമാണല്ലോ. ഞാൻ സാധാരണ കാറിൽ നിന്ന് ഇറങ്ങുന്നത് വീൽ ചെയറില്ല. അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ഇറങ്ങത്തോളൂ. ഇനിയിപ്പോ കാലിന് സ്വാധീനമുണ്ടെന്ന് എല്ലാരെയും അറിയിക്കാൻ കഴിഞ്ഞാലും ശരി, കുറച്ചു നാളത്തേക്ക് അത് മറന്നുപോകും. കാർ നിർത്തുമ്പോ വീൽ ചെയർ പ്രതീക്ഷിക്കുമെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. കണ്ണേട്ടന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സമയം കിട്ടുമ്പോ രണ്ടാളും ഇറങ്ങ്. നമ്മളെല്ലാം ഒന്നിച്ചൊരു കോമ്പൗണ്ടിൽ താമസിക്കേണ്ട സമയമായി. ആ എടാ, നീ ഇപ്പൊ ഫ്രീ അല്ലേ? നീയും ലേഖയും കൂടെ ഒരു നല്ല പ്രോപ്പർട്ടി നോക്ക്. ഒരു 1/2 ഏക്കർ. നമുക്കവിടെ അടുത്തടുത്ത് താമസിക്കാം. ശരിടാ, എന്നൊക്കെ ഇരിക്കും. ശരി ശരി. ഓക്കെടാ, ബൈ. ഇനിയിപ്പോ ആ മന്ത്രസിദ്ധിയുള്ള അമ്മ പറഞ്ഞതുപോലെ മഹിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമായിരിക്കും അല്ലേ? അതെ. അങ്ങനെങ്കി ഒരു കുഞ്ഞിനെ നമുക്ക് തരാന്ന് കണ്ണേട്ടനും മഹിയും പറഞ്ഞിട്ടുണ്ട്. ഒരു ദമ്പതികൾക്ക് എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചാലും അവരെയൊന്നും വിട്ടുതരാൻ ആർക്കും പറ്റില്ല. അവിടെയാണ് ഒരു കോമ്പൗണ്ടിൽ താമസിക്കാമെന്ന് അവൻ പറഞ്ഞതിൽ പ്രസക്തിയുള്ളത്. അങ്ങനെയെങ്കിൽ അവന്റെ എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെയും കൂടെയാ. അതിലുപരി തോമസ് സാറിന്റെ ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ട് നീ ഇടയ്ക്കത് നിർത്തിക്കളഞ്ഞില്ലേ ലേഖ? കണ്ണൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് നമ്മൾ കരുതിയതാ. ആ കണ്ണന്റെ കാലിനും നട്ടലിനും ചലനശേഷി ഉണ്ടാക്കിയത് ദൈവസമാനനായ തോമസ് സാറാ. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് വിശ്വസിക്കുന്നത് നല്ലതാ. എനിക്ക് നല്ല വിശ്വാസം, ഇനി പ്രത്യേകിച്ചും. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് അങ്ങോട്ട് പോവാം. കണ്ണന് മാത്രമല്ല, നമുക്കും കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. അവരെല്ലാവരും നമുക്ക് ചുറ്റും ഓടിച്ചാടി കളിക്കട്ടെ. അത് കാണുന്നതല്ലേ നമുക്ക് സന്തോഷം.
കണ്ണേട്ടാ, നേരിയ ഒരു സംശയത്തിന് പോലും ആർക്കും ഒരു ഇടം കൊടുക്കരുത്. നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചാ മതി. അത് പുറത്തെടുത്താ മറ്റുള്ളവർക്കൊരു വേദന തന്നെയാ. തീർത്താ തീരാത്തൊരു വേദന. അതെപ്പോഴും ഓർക്കണം കണ്ണേട്ടാ. എനിക്കറിയാം മഹി. എത്തിയോ? എത്തി. ഒരു പുരോഗതിയില്ല. പോയതുപോലെ തന്നെ മടങ്ങി വന്നിരിക്കുക. പിന്നെ മല കയറാൻ പോകുന്നതിന് മുൻപ് ഏതോണ്ടൊക്കെ മല മറിക്കുമെന്ന് പറഞ്ഞതോ? മല മറിച്ചിട്ട് തന്നെയാ വരുന്നത്. മല കയറാനായിട്ട്. അയ്യോ മോനെ, ഇത്തവണ കാർത്തിക വിളക്കിന്റെ അന്ന് എന്തെങ്കിലുമൊക്കെ മെച്ചം ഉണ്ടാവുമെന്നാ ഞങ്ങളൊക്കെ കരുതിയത്. അന്നത്തെ ദിവസമല്ലേ മോന്റെ അച്ഛൻ പോയത്. എന്ന് മാത്രമല്ല, ഈ വർഷം 20ാമത്തെ ആണ്ടല്ലായിരുന്നോ? ആദ്യമായിട്ടാ ഒരാണ്ടിന് മോൻ ഇവിടുന്ന് മാറി നിൽക്കുന്നത്. പിന്നെ നല്ലൊരു കാര്യത്തിനല്ലേന്ന് കരുതിയിട്ടാ ഞാൻ തടയാതിരുന്നത്. ഇവിടെ എല്ലാവരും അങ്ങ് ആഘോഷിച്ചോ? അതെങ്ങനെയാ മോനെ ആഘോഷിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും എന്റെ മക്കളുടെ അച്ഛനല്ലേ വിശ്വനാഥേട്ടൻ. അപ്പോ ആ ദിവസം എനിക്കും സങ്കടം തന്നെയാ. അച്ഛനോടെങ്കിലും സ്നേഹമുണ്ടല്ലോ, ഭാഗ്യം. തോമസ് വൈദ്യൻ ചികിത്സിച്ച് നല്ല പൈസ ഉണ്ടാക്കി കാണുമല്ലേ? അദ്ദേഹം അമിതമായിട്ട് പൈസ ഈടാക്കുന്ന കൂട്ടത്തിലല്ല. എന്നാലും ഒരു ഫലവും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇനി ചികിത്സയൊന്നും വേണ്ടാന്നും പറഞ്ഞ് നടന്നതായിരുന്നല്ലോ നീ. പിന്നെ ഇപ്പൊ മാത്രം എന്താ അതിനൊരു മാറ്റം വന്നത്? എങ്ങനെ മാറ്റം വരാതിരിക്കും? ഒരുത്തി ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് നടത്തിയ അടങ്ങൂന്ന് പറഞ്ഞ് നടക്കൂല്ലേ? അതെ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു ഭാര്യയും അവരുടെ സുഖവും സന്തോഷവും ആഗ്രഹിക്കും. അതുകൊണ്ടാ ഓരോ പ്രാവശ്യവും പ്രതീക്ഷയോടെ എന്നെയും കൂട്ടി ഇയാള് തോമസ് സാറിന്റെ അരികിലേക്ക് പോകുന്നത്. എന്തായാലും ഇത്തവണയും അവിടെ എത്തിയ ശേഷം സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിനി പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇവളറിയാത്തതായിട്ട് ഒന്നും ഇവളുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും ജീവിതത്തിലില്ല. എന്തറിഞ്ഞെന്നാ നീ പറയുന്നത്? ഇയാളെ തട്ടിക്കൊണ്ടുപോയ കാര്യം തന്നെ, ഗുണ്ടകള്. ആ വാടാ. നീ അറിഞ്ഞു കാണുമല്ലോ, ഗുണ്ടകൾ ഇയാളെ കൊല്ലാൻ കൊണ്ടുപോയ കഥ. ഞാനൊന്നും അറിഞ്ഞില്ല. ഓ,
ഇവരൊക്കെ പാവങ്ങളാ, ഒന്നും അറിയത്തില്ല. ഇത്തവണ ഇയാള് പരിക്കില്ലാതെ തിരികെ വന്നു. പരിക്ക് പറ്റിയത് ഇയാളെ കൊല്ലാൻ വന്ന ഗുണ്ടകൾക്കാ.